കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ താൻ ഇരയാക്കപ്പെട്ടതാണ് എന്ന് ആദ്യം ആരോപണം നേരിട്ട മുഹമ്മദ് കാസിം അന്വേഷണം അവസാനിപ്പിച്ചിട്ടും പോലീസ് മാനസികമായി ഉപദ്രവം തുടരുകയാണ്. തന്നെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കാനും ശ്രമം നടന്നു എന്ന് മുഹമ്മദ് കാസിം ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. SITയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും സത്യം പുറത്തുവരുമെന്നാണ് പ്രതീക്ഷയെന്നും കാസിം പറഞ്ഞു. ഇതൊരു കേസിൻ്റെ അവസാനമായിരിക്കണം. ഇനിയും ഇതുപോലെയുള്ള വർഗീയ ചാപ്പ അടിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്ന കേസുകൾ ഉണ്ടാവാതിരിക്കാൻ കൂടിയുള്ള ഒരു സംവിധാനം SIT രൂപീകരിക്കലോടുകൂടി ഒരു പുനരന്വേഷണത്തോടുകൂടി ഇതുണ്ടാവണം. എന്നെ സംബന്ധിച്ചിടത്തോളം 2 വർഷം എൻ്റെ ഫോണടക്കമുള്ള സാധനങ്ങൾ പോലീസ് എന്താക്കിയിട്ടുണ്ട്, ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ സമയം വരെ ആ ഫോൺ തിരികെ കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിൽ അന്വേഷണം അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ട് എനിക്ക് നൽകുകയും ചെയ്തിട്ടില്ല. അതിനിടെ അന്വേഷണ സംഘത്തിൽ തൃപ്തി പ്രകടിപ്പിച്ച് UDF ജില്ലാ നേതൃത്വം. സംഘത്തിൽ ഭൂരിഭാഗവും ഇടത് അനുകൂലികളാണ്. അന്വേഷണ സംഘത്തിൽ നിന്നും നീതി ലഭിക്കാൻ സാധ്യതയില്ലെന്ന് നേതൃത്വം പറയുന്നു. വിഷയം ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. സരീഷ് PK വിവരങ്ങളുമായി ചേരുന്നു. സരീഷ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു തെളിവുമില്ല, ഒരു തുമ്പുമില്ല എന്ന് പറഞ്ഞ് പോലീസ് മടക്കിയ ഒരു കേസാണ്. അതിനെയാണ് പാറക്കൽ അബ്ദുള്ള പരാതിപ്പെടുന്നു. പിന്നാലെ SIT രൂപീകരിക്കുന്നു, അന്വേഷണം ആരംഭിക്കുന്നു. പക്ഷെ അപ്പോഴും മറ്റ് ചില സംശയങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട് നേതൃത്വത്തിന്, പ്രാദേശിക നേതൃത്വത്തിന്. അപ്പോൾ എങ്ങനെയാണ് നിലവിലെ കാര്യങ്ങൾ, നിലവിലെ കേസ് അന്വേഷണവും മറ്റു കാര്യങ്ങളും? പാറക്കൽ അബ്ദുള്ള MLAയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു SITക്ക് രൂപം നൽകാൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചത്. ആ SITയിൽ തന്നെയാണ് ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാരണം SIT രൂപീകരിച്ച് അതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകാൻ, അതായത് ഇന്ന് ഉൾപ്പെടെ യോഗം ചേരും, ഇന്ന് ആദ്യ യോഗം ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് ഒരു വിഭാഗം നേതാക്കൾ ഈ SITക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് SIT രൂപീകരിച്ച ഉദ്യോഗസ്ഥരെ പരിശോധിക്കുമ്പോൾ അതിൽ ഭൂരിഭാഗവും CPIM അനുകൂലികളാണ് എന്നുള്ളതാണ് അവർ പ്രധാനമായും പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയുന്നത് വടകര റൂറൽ SP കാര്യമാണ്. വടകര റൂറൽ SP അദ്ദേഹം അതേ സ്ഥാനത്തിരിക്കുമ്പോഴാണ് ഇത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്നൊരു തീരുമാനമെടുക്കുകയും അദ്ദേഹം റിപ്പോർട്ട് നൽകുകയും ചെയ്തത്. അതേ ഉദ്യോഗസ്ഥനെ തന്നെയാണ് വീണ്ടും ഈ അന്വേഷണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഈ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ കാര്യമായി പറയുന്നത്. കാരണം നേരത്തെ പ്രതികളെ കണ്ടെത്താനായിട്ടില്ല, താൽക്കാലികമായി ഈ കേസ് അവസാനിപ്പിക്കാം എന്ന് കണ്ടെത്തിയ അതേ ഉദ്യോഗസ്ഥൻ തന്നെ എങ്ങനെയാണ് പുനരന്വേഷണം നടത്തുക എന്നൊരു ചോദ്യമാണ് UDF പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ തിരുവള്ളൂരിൽ ഒരു UDF പ്രവർത്തകന്റെ വീട്ടിൽ പാതിരാത്രി കയറുകയും അവിടെ ഉണ്ടായിരുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന ആരോപണം ചില ഉദ്യോഗസ്ഥർക്ക് നേരെ, പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായിരുന്നു. അവിടെ നടന്ന ഒരു അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് വീടിനകത്ത് കയറുകയും ആളുകളെ പുറത്തേക്ക് ഇറക്കി നിർത്തി പരിശോധന നടത്തുകയും ചെയ്ത ഒരു സംഭവമായിരുന്നു. ആ സംഭവത്തിൽ അതിനുശേഷം അവിടെ വേണ്ടി വന്നാൽ അടിപ്പാവാട പോലും തപ്പും എന്നൊരു പരാമർശമൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് UDF പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ആ സംഘത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ കൂടി ഇപ്പോൾ SITയുടെ ഭാഗമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ആരോപണം. അതോടൊപ്പം തന്നെ പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന നേതാവ്, അതായത് ഇടത് സംഘടനകളിൽ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ പോലും ഈ SITയിലുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ UDF ജില്ലാ കമ്മിറ്റിയും ജില്ലാ നേതൃത്വവും കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രിയെ തന്നെ സമീപിക്കാനാണ് ഈ UDF നേതാക്കളുടെ തീരുമാനം. ഓക്കെ സരീഷ്, ശരി.